സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. CV നിർമ്മല എഴുതിയ നോവൽ മിഴിയോരം തുടരുന്നു. ഭാഗം 14. DYSP ജയശങ്കർ ഒരു കസേര വലിച്ചിട്ട് കറുത്ത വേഷക്കാരൻ്റെ മുമ്പിലിരുന്നു. ഇരിക്കട താഴെ. അവൻ അനുസരിച്ചു. നിന്റെ പേരെന്താ? ഗണേശൻ. നീ ഈ രാത്രിയിൽ എന്തിനിവിടെ വന്നു? മുതലാളി പറഞ്ഞിട്ട്. തമ്പി? അതെ. തമ്പിയുടെ വിശ്വസ്തനാണോ നീ? അതെ. ഏത് തമ്പിയുടെ? രാജൻ തമ്പി. നീ അവൻ്റെ സെക്രട്ടറിയാ? അവർക്ക് എന്നെ നല്ലാ തിരിയും. മലയാളം പറയടാ നായിൻ്റെ മോനെ. നിനക്ക് മലയാളം അറിയത്തില്ലേ? അറിയാം. ഈ പെട്ടിക്കുള്ളിൽ നീ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് എന്തൊക്കെയാണ്? ഗണേശൻ പരിങ്ങി. പറയടാ. ഹെറോയിനാ സാർ, പിന്നെ കുറച്ച് സ്വർണം. ഇതെങ്ങോട്ട് കൊണ്ടുപോകുന്നു? മദ്രാസിൽ. എന്നിട്ട്? മുതലാളി അവിടെ ഇത് കച്ചവടമാക്കിയിട്ടുണ്ട്. ഞാൻ ചരക്ക് അവിടെ എത്തിച്ചാൽ മതി. എവിടെയാണ്ടാ നിൻ്റെ മുതലാളി താമസം? മദ്രാസിൽ, അടയാറിൽ. അടയാറിൽ? ബസന്ത് അവന്യൂവിൽ. വീട്ടു നമ്പർ? ഗണേശൻ ഹൗസ് നമ്പർ പറഞ്ഞു. പറയുന്നത് കള്ളമാണെങ്കിൽ ഇനി നീ ഛർദ്ദിക്കുന്നത് നിൻ്റെ കരളായിരിക്കും. നിജമാണ് സാർ. അവിടെയാണോ കുട്ടികൾ? അതെ സാർ. അവർ 3 പേരും കേടൊന്നും കൂടാതെ ജീവനോടെ ഉണ്ടോ? ഏറെ നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നു സാർ. അത് കഴിഞ്ഞ് അറിയില്ല. അവരെ എന്തു ചെയ്യാനാണ് നിൻ്റെ മുതലാളിയുടെ പരിപാടി? അതറിയില്ല സാർ. പുറത്തേക്ക് കടത്തിക്കൊണ്ട് പോകണമെന്ന് പറയുന്നത് കേട്ടു. വിദേശത്തേക്ക്? ആദ്യം ബോംബെക്ക് പോകുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമായിരിക്കും. ബോംബെയിൽ എവിടെയാണ്? അറിഞ്ഞുകൂടാ സാർ. ജയശങ്കർ തറപ്പിച്ച് നോക്കി. നിജമാ തെരിയാതെ സാർ. ഹെർമൻ ഗ്രാബെ എന്നും ആനി ഗ്രാബെ എന്നും 2 വെള്ളക്കാരെ തനിക്കറിയാമോ? ജർമ്മൻകാർ. ഇല്ല സാർ. ശരിക്കും ആലോചിച്ച് നോക്ക്. അവർ തമ്പിമാരുടെ കൂടെ ഇല്ലേ? നീ കള്ളം പറഞ്ഞാൽ നിൻ്റെ കണ്ണിൽ നിന്ന് ഞാനത് പിടിച്ചെടുക്കും. എനിക്ക് അറിഞ്ഞുകൂടാ സാർ. അങ്ങനെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. നീ അടയാറിൽ ചെന്നതിന് ശേഷമേ നിൻ്റെ മുതലാളി ബോംബെക്ക് പോവുകയുള്ളോ? അങ്ങനെയാണ് പറഞ്ഞത്. DYSP ജയശങ്കർ എഴുന്നേറ്റു. ഗണേശൻ്റെ കാലുകൾ കൂടി ബന്ധിച്ച ശേഷം അവർ 3 പേരും ഹാളിൽ വന്നിരുന്ന് കൂടി ആലോചിച്ചു. അയാളെ രഹസ്യമായി കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് നമ്മൾ മദ്രാസിൽ ചെന്ന് തമ്പിമാരെ പിടികൂടുക, അതല്ലേ ചെയ്യേണ്ടത് സാർ? ജോർജ് ആൻ്റണി ജയശങ്കറെ നോക്കി ചോദിച്ചു. പക്ഷേ അയാൾ മദ്രാസിൽ തിരിച്ചെത്താതിരുന്നാൽ അത് അവരിൽ സംശയം ജനിപ്പിക്കും. അപകടം മണത്തറിഞ്ഞവർ മാറിക്കളയും. സത്താർ അഭിപ്രായപ്പെട്ടു. അവനെ വിട്ടയച്ചാൽ അതിനേക്കാൾ കുഴപ്പത്തിലാകും കാര്യങ്ങൾ. ജയശങ്കർ നെറ്റി തിരുമ്മി. അല്പം കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റ് ടെലിഫോണിനരികിൽ ചെന്നു. റിസീവർ എടുത്ത് കാതോട് ചേർത്ത് നോക്കി. ഫോണിന് കേടൊന്നുമില്ല. അയാൾ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ്റെ നമ്പർ ഡയൽ ചെയ്തു. 2 തവണ ഡയൽ ചെയ്ത് കഴിഞ്ഞാണ് അപ്പുറത്ത് റിസീവർ എടുത്തത്. ഒരു കോട്ടുവായി ഇടുന്ന സ്വരം. ഹലോ. വക്കീൽ ഇന്ന് രാത്രിയും ഫിറ്റാണെന്ന് ആ ഒറ്റ ഹളോ കൊണ്ട് മനസ്സിലായി. ശ്രീനി, ഇത് ഞാനാ, ജയശങ്കർ. അതെയോ? താൻ ഏത് നരകത്തിന്നാ ഈ പാതിരായ്ക്ക്? ഈ പോലീസുകാർ മനുഷ്യ കിടന്നുറങ്ങാനും സമ്മതിക്കത്തില്ലേടോ? തൻ്റെ പുളിച്ച വളിപ്പ് കളയടോ. ഞാൻ ഇത്തിരി സീരിയസാ. അയ്യോ, എന്തു പറ്റി? ആശുപത്രിയിലാണോ? എടോ പറട്ട വക്കീലേ, ആ വിമലയുടെ കുട്ടികൾ എവിടെയുണ്ടെന്ന് സൂചന കിട്ടി. മറുവശത്ത് മൂകത. കാര്യഗൗരവം തലയ്ക്ക് പിടിക്കാൻ എടുക്കുന്ന സമയമാണത്. എങ്ങനെ അറിഞ്ഞു? എവിടെയുണ്ട്? ഇത്തവണ ശ്രീനിവാസൻ്റെ സ്വരം ആഴമുള്ളതും കനമേറിയതുമായിരുന്നു. മദ്രാസിൽ. ജയശങ്കർ സംഭവങ്ങൾ മുഴുവൻ ചുരുക്കി പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞ് ശ്രീനിവാസൻ അല്പനേരം മിണ്ടാതിരുന്നു. അവനെ വിട്ടുകളയരുത്. ഒരു കാര്യം ചെയ്യൂ ജയശങ്കർ, അവനെക്കൊണ്ട് മദ്രാസിന് ഫോൺ ചെയ്യിക്ക്. പെട്ടിയുമായി പുറത്തു കടന്നപ്പോൾ നിരീക്ഷണത്തിന് വന്ന പോലീസ് സംശയിച്ചു ഫോളോ ചെയ്തെന്നും അതിനാൽ പെട്ടി ഒരു രഹസ്യതാവളത്തിൽ ഒളിപ്പിക്കേണ്ടി വന്നുവെന്നും പോലീസിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ മടക്കയാത്ര അല്പം വൈകിക്കേണ്ടി വരുമെന്നും അവനെക്കൊണ്ട് പറയിക്ക്. ഒരു ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നതെന്നുകൂടി പറയിപ്പിച്ചേക്കണം. കൂടുതൽ ഒരക്ഷരം അവൻ മിണ്ടരുത്. എന്നിട്ട് അവനെ രഹസ്യമായി കസ്റ്റഡിയിൽ വയ്ക്കുക. ഞാൻ അങ്ങോട്ട് വരാം. എന്നിട്ട് കഴിയുന്നത് നേരത്തെ മദ്രാസിന് തിരിക്കുക. അവനെ കൂടി മദ്രാസിന് കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. വീട് കണ്ടുപിടിക്കാൻ വിഷമിക്കണ്ടല്ലോ. അത് വലിയ റിസ്ക് ആയിരിക്കും ജയശങ്കർ. നിങ്ങൾക്ക് അയാളെ ചുരുട്ടിക്കെട്ടി കാറിന് ഡിക്കിയിലോ വാനിലോ ഇട്ടുകൊണ്ട് പോകേണ്ടി വരും. ഫ്ലൈറ്റിലോ ട്രെയിനിലോ ആണ് പോകുന്നതെങ്കിൽ നിങ്ങൾ മദ്രാസിൽ കാലുകുത്തേണ്ട താമസം എതിരാളികൾ കാര്യം ഊഹിച്ചിരിക്കും. സൗത്ത് ഇന്ത്യയിലെ ഒരു മാഫിയ സംഘത്തോടാണ് നിങ്ങളുടെ യുദ്ധമെന്ന് ഓർക്കുക. ട്രെയിനിൽ പോകാനേ നിവൃത്തിയുള്ളൂ. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. സ്റ്റേറ്റ് ഹോം മിനിസ്ട്രിയെ സമീപിച്ച് ഈ കേസിലെ പ്രതികളെയും കുട്ടികളെയും ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി വാങ്ങുക. ഏതൊക്കെ സ്റ്റേറ്റുകളിലേക്കാണോ പോകേണ്ടി വരിക
ആ സ്റ്റേറ്റുകളിലെ ഒക്കെ ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് വേണ്ടി വന്നാൽ അവിടെ വെച്ച് പ്രതികളെയും കുട്ടികളെയും കസ്റ്റഡിയിൽ എടുക്കാനുള്ള മുൻകൂർ അനുവാദം. നിർത്തടോ. ജയശങ്കർ അക്ഷമനായി. അതൊന്നും ഉടനെ നടപ്പുള്ള കാര്യമല്ലെന്നറിയാമല്ലോ തനിക്ക്. അതിൻ്റെയൊക്കെ പുറകെ പോയാൽ ഇപ്പോഴത്തെ ത്രില്ല് നഷ്ടപ്പെടും. ചട്ടങ്ങൾ അതിൻ്റെ മുറയ്ക്ക് നടത്താൻ മറ്റാരെയെങ്കിലും ഏർപ്പാടാക്കിയിട്ട് പോവുക. അതേ നടക്കൂ. ശരി, തൻ്റെ ഇഷ്ടം. ഞാനവനെ ഒന്നുകൂടി പിഴിഞ്ഞു നോക്കട്ടെ, കൂടുതൽ വല്ലതും കിട്ടുമോന്ന്. ഓക്കെ, ഞാൻ ഏതായാലും ഇനി ഉറങ്ങുന്നില്ല. വിമലയെ വിവരം അറിയിക്കണ്ടേ കുട്ടികൾ ജീവനോടെ ഉണ്ടെന്ന്? നാളെ മതി. വിമലയും കൂടി മദ്രാസിന് പോരട്ടെ. എന്നിട്ട് നമ്മളെന്താ ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നോ? ജയശങ്കറിന് ശുണ്ഠി കയറി. താൻ കണ്ടിട്ടുണ്ടോ വിമലയുടെ കുട്ടികളെ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. അവരെ തിരിച്ചറിയാൻ വിമലയ്ക്കല്ലേ പറ്റൂ. നമുക്കൊരു ഊഹവുമില്ല. ഊഹം മതിയോ? അന്ധൻ ആനയെ കാണും പോലെ. വിമലയുടെ സാന്നിധ്യം ഒരുപക്ഷെ തൻ്റെ ജോലി എളുപ്പമാക്കിയേക്കും. ഞാനൊന്ന് ആലോചിക്കട്ടെ. ജയശങ്കർ റിസീവർ വെച്ചു. വിമല രാവിലെ കുളിച്ച് വേഷം മാറിക്കൊണ്ടിരിക്കുമ്പോൾ വീടിന് മുന്നിൽ ജീപ്പിൻ്റെ ഇരമ്പൽ കേട്ടു. ഈറൻ മുടി പിന്നോട്ട് മാടിക്കെട്ടി അവൾ വരാന്തയിലേക്ക് വന്നു. ജീപ്പിൽ നിന്ന് ശ്രീനിവാസനും ജയശങ്കറും ഇറങ്ങി വന്നു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ചോദ്യഭാവത്തിൽ അവൾ ഇരുവരെയും നോക്കി. വിമലേ, ശ്രീനിവാസൻ പറഞ്ഞു, നമുക്ക് മദ്രാസ് വരെ പോകേണ്ടി വരും. വേഗം തയ്യാറായിക്കൊള്ളൂ. വിമല പരിഭ്രാന്തയായി. വിക്രമൻ തമ്പിയും സംഘവും മദ്രാസിലുണ്ടെന്നൊരു സൂചന കിട്ടി. അവരോടൊപ്പം വിമലയുടെ കുട്ടികളും ഉണ്ടെന്നാണ് അറിവ്. ഭാഗ്യമുണ്ടെങ്കിൽ വിമലയ്ക്ക് അവരെ കാണാൻ പറ്റിയേക്കും. വിമല അത് ശരിക്ക് കേട്ടില്ല. വലിയൊരു കാട്ടുതീ തൻ്റെ മേൽ ആളി പിടിച്ചതുപോലെ തോന്നി. അടയാറിലുള്ളതായി ഗണേശൻ സൂചന കൊടുത്ത കെട്ടിടത്തിന് മുന്നിലൂടെ ജയശങ്കർ സംഘവും ടാക്സിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പലവട്ടം സഞ്ചരിച്ചു. അടയാർ പാലത്തിനക്കരെ ബസന്ത് അവന്യൂ എന്ന ശാന്ത പ്രദേശത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ജയശങ്കറും സത്താറും ജോർജ് ആൻ്റണിയും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മഫ്റ്റിയിലായിരുന്നു. സത്താർ ഒരു വേള വഴിപോക്കനെ പോലെ വീടിൻ്റെ മുമ്പിലൂടെ കടന്നുപോയി. ഗേറ്റ് വലിയൊരു താഴിട്ട് പുറമേ നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ചുറ്റുമതിൽ കെട്ടിയ വലിയൊരു വളപ്പിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. രാത്രിയാവാൻ അവർ കാത്തു. വിമലയെ ജയശങ്കറുടെ മദ്രാസിലെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ തൽക്കാലം പാർപ്പിച്ചിട്ടാണ് മറ്റുള്ളവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. രാത്രിയിൽ മതിൽ ചാടേണ്ട വഴികളൊക്കെ അവർ കണ്ടുവച്ചിരുന്നു. 2 പേർ വീതം അടങ്ങുന്ന 2 ഗ്രൂപ്പുകളായി അവർ വളപ്പിൽ കടന്നു. വളരെ സൂക്ഷ്മതയോടെ വീടിന് നേർക്ക് നീങ്ങി. വീട്ടിനുള്ളിൽ വെളിച്ചം കാണാനില്ല. വാതിലുകളെല്ലാം പൂട്ടപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ ജനൽപ്പാളി പോലും തുറന്നു കിടക്കുന്നില്ല. ഗണേശൻ നമ്മളെ കബളിപ്പിച്ചെന്ന് തോന്നുന്നു. ശരിയായ വീടല്ല അവൻ പറഞ്ഞു തന്നത്. സത്താർ പിറുപിറുത്തു. തീരുമാനിക്കാൻ വരട്ടെ. ജയശങ്കർ വീടിന് ചുറ്റും നടന്നു പരിശോധിച്ചു. വീടിന് പിന്നിലൂടെ വീതി കുറഞ്ഞ ഒരു നടപ്പാതയും പിൻമതിലിൽ തുരുമ്പിടിച്ച ഒരു ചെറിയ ഗേറ്റുമുണ്ട്. ജയശങ്കർ ഗേറ്റ് വരെ നടന്നിട്ട് തിരിച്ചു നടന്നു. ആൾപെരുമാറ്റമുള്ള വഴിയാണെന്ന് വ്യക്തം. ആളില്ലെന്ന് പ്രത്യക്ഷത്തിൽ കാണിക്കാനാവും മുന്നിലെ ഗേറ്റും വാതിലുകളും പൂട്ടിയിട്ടിരിക്കുന്നത്. ഏതായാലും ഈ രാത്രി വേറൊന്നും ചെയ്യാനില്ലല്ലോ. നമുക്ക് ഈ വളപ്പിൽ തന്നെ കൂടാം. അവർ മതിലിനോട് ചേർന്ന് കുറ്റിച്ചെടികൾ ഇടതൂർന്ന് വളർന്ന ഭാഗത്ത് സ്ഥാനം പിടിച്ചു. പതുക്കെ പതുക്കെ ഓരോരുത്തർ ഉറക്കം തൂങ്ങി തുടങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്തെപ്പോഴോ ജയശങ്കർ ശ്രീനിവാസനെ തോണ്ടി ഉണർത്തി. മറ്റുള്ളവരെയും. പിൻവാതിലിലെ ഗേറ്റിനരികിൽ നിന്ന് അമർത്തിപ്പിടിച്ച സംഭാഷണങ്ങൾ കേൾക്കാമായിരുന്നു. മതിലിനു പിന്നിലെ ചതുപ്പിൽ ഏതോ വാഹനം നിർത്തിയിട്ടിട്ടുമുണ്ട്. വെളിച്ചമൊന്നുമില്ലാതെ ഏതാനും നിഴൽ രൂപങ്ങൾ കെട്ടിടത്തിൻ്റെ പിൻവാതിലിലേക്ക് നീങ്ങുന്നത് കണ്ടു. ജയശങ്കറും സംഘവും ശ്വാസം പിടിച്ചിരുന്നു. പിൻവാതിൽ തുറക്കപ്പെട്ടു. നിഴൽ രൂപങ്ങൾ അപ്രത്യക്ഷരായി. ജയശങ്കർ എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ വീടിൻ്റെ ജനാലയ്ക്കരികിൽ ചെന്ന് അവിടെ നിന്ന് കാതോർത്തു. ഏതോ മുറിയിൽ വെളിച്ചമുണ്ടെന്ന് മനസ്സിലായി. സംഭാഷണ ശകലങ്ങൾ അവ്യക്തമായി കേൾക്കാമായിരുന്നു. കുറേ കഴിഞ്ഞ് ജയശങ്കർ തിരികെ വന്നു. മറ്റുള്ളവർ ഇരിക്കുന്നിടത്തേക്ക് വന്നു. 7 പേരുണ്ട്. കാണാൻ പറ്റിയില്ല. അവരിൽ 1-2 പേരൊഴികെ ബാക്കിയുള്ളവർ ഉടനെ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. തമിഴന്മാരാണ് എല്ലാവരും. ജയശങ്കർ മന്ത്രിച്ചു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിൻവാതിൽ തുറക്കപ്പെട്ടു. നിഴലുകൾ ഒന്നൊന്നായി പുറത്തേക്ക് കടന്നു. പിൻഭാഗത്തെ ഗേറ്റിനടുത്തേക്ക് കാൽപ്പെരുമാറ്റം നീങ്ങി. അമർത്തിയ സംഭാഷണം കേട്ടു. ഒരാളിന് മാത്രം ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാവുന്ന ഗേറ്റിനപ്പുറം ഇരുട്ടിൽ ഒരു ജീപ്പ് സ്റ്റാർട്ടായ ഒച്ച കേട്ടു. ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നതും സിഗരറ്റുകളുടെ അറ്റം ജ്വലിക്കുന്നതും കാണാമായിരുന്നു. ജീപ്പ് അകന്നു പോയി. ഗേറ്റടച്ച് ഓടാമലിടുന്ന ശബ്ദം. നമ്മുടെ ഊഴമായി.
ജയശങ്കർ എഴുന്നേറ്റു. മറ്റുള്ളവരെയും തോണ്ടി വിളിച്ചു. എല്ലാവരും ജാഗരൂകരായി. അത് ഒരാളായാലും രണ്ടുപേരായാലും നമ്മൾ ആക്രമിക്കാൻ പോവുകയാണ്. പരമാവധി ശബ്ദം കുറയ്ക്കുക. എതിരാളിയെ ആയുധമെടുക്കാൻ അനുവദിക്കാതിരിക്കുക. അവർ പമ്മി പതുങ്ങി കെട്ടിടത്തിൻ്റെ പിൻവാതിലിനരികിൽ ചെന്ന് സ്ഥാനം പിടിച്ചു. ഗേറ്റ് പൂട്ടിയ ശേഷം ഒരാൾ ഇരുട്ടിലൂടെ നിഴൽ പോലെ പിൻവാതിലിന് നേർക്ക് വരുന്നത് കണ്ടു. ഏതാണ്ട് 5 അടിയോളം അടുത്തെത്തിയതും അപകടം മണത്തതുപോലെ ആ രൂപം പെട്ടെന്ന് നിന്നു. ജയശങ്കർ പിന്നെ ഒട്ടും അമാന്തിച്ചില്ല. ചാടി വീണു. തൊട്ടുപിറകെ മറ്റുള്ളവരും. നടുങ്ങിപ്പോയ എതിരാളിക്ക് ഒരു ചെറിയ ശബ്ദമുണ്ടാക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ ബന്ധിതനായി. ശ്രീനിവാസൻ ഇതിനകം വീട്ടിനുള്ളിൽ കയറി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. മറ്റു 3 പേര് കൂടി ബന്ധിതനെ പൊക്കിയെടുത്ത് അകമുറിയിൽ കൊണ്ടുവന്ന് വാതിൽ ഭദ്രമായി അടച്ചു. പിടികൂടിയവനെ ചുമരിൽ ചാരി നിർത്തിയിട്ട് ജയശങ്കർ അടിമുടി അവനെ നോക്കി. കണ്ണുകൾ മൂടിക്കെട്ടിരുന്നതിനാൽ തന്നെ ആക്രമിച്ചവർ ആരെന്നോ എത്ര പേരുണ്ടെന്നോ അവന് നിശ്ചയമില്ലായിരുന്നു. ജയശങ്കർ അവൻ്റെ കൈവശമുണ്ടായിരുന്ന തോക്കും കടാരയും നീക്കം ചെയ്തു. ശ്രീനിവാസൻ ജയശങ്കരെയും സഹപ്രവർത്തകരെയും വിളിച്ചു മാറ്റി നിർത്തി. ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ പോലീസുകാരനാണെന്ന് അവൻ അറിയണ്ട. ശത്രുപക്ഷത്തെ ഒരുപറ്റം ഗുണ്ടകളാണെന്ന് കരുതിക്കോട്ടെ. പോലീസാവുമ്പോൾ ക്രിമിനൽസിന് പ്രാണഭീതി കുറയും. പോലീസ് ആരെയും കൊല്ലാറില്ലല്ലോ. ഗുഡ് ഐഡിയ, ജയശങ്കർ മന്ത്രിച്ചു. ഒരു ക്രിമിനലിന് യോജിച്ച രീതിയിലാണ് ജയശങ്കർ അവനെ കൈകാര്യം ചെയ്തത്. അവൻ്റെ പൊക്കിൾച്ചുഴി മുതൽ തൊണ്ടക്കുഴി വരെ കത്തിമുന കൊണ്ടും തോക്കിൻ കുഴൽ കൊണ്ടും മാറി മാറി ഒഴിഞ്ഞു. കത്തിമുനയുടെയും തോക്കിൻ കുഴലിൻ്റെയും തണുത്ത തലോടലിൽ അവൻ്റെ ഉടൽ ചൂളി ചുരുങ്ങുന്നുണ്ടായിരുന്നു. സുന്ദർരാജ്, ജയശങ്കർ കത്തിമുന കൊണ്ട് അവൻ്റെ താടി ഉയർത്തി. സുന്ദരരാജൻ ഞെട്ടിയതിൽ നിന്നും അത് അവൻ തന്നെയാണെന്ന് ജയശങ്കറിന് മനസ്സിലായി. തോക്കിൻ കുഴൽ അവൻ്റെ ചെവിയിലേക്കും തിരികെ കയറ്റി. മഴത്തുള്ളികൾ പോലെ അവൻ്റെ ദേഹത്തു നിന്നും വിയർപ്പൊഴുകി. ജയശങ്കർ കത്തി കുറെ കൂടി അമർത്തി. സുന്ദരരാജൻ പിന്നെ ഒന്നും മറച്ചു വെച്ചില്ല. വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ വിക്രമൻ തമ്പിയും രാജൻ തമ്പിയും കുട്ടികളെയും കൊണ്ട് ബോംബെക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. വൈകുന്നേരം വരെ അവർ ഗണേശനെ കാത്തിരുന്നു. ഒടുവിൽ ഗണേശൻ ചരക്കുമായി വന്നാൽ അത് കൈമാറാൻ സുന്ദരരാജനെ ചുമതലപ്പെടുത്തിയിട്ട് അവർ പോവുകയാണ് ഉണ്ടായത്. ബോംബെയിൽ ദാദറിലായിരിക്കും അവർ എത്തിച്ചേരുക. അമർനാഥിൻ്റെ താവളം അവിടെയാണ്. സുന്ദരരാജനും അമർനാഥും. ലോറി കയറിയെറിഞ്ഞ് മരിച്ചു കിടന്ന കുഞ്ഞച്ചൻ്റെ പോക്കറ്റിലെ കുറിപ്പിൽ നിന്നും കണ്ടെടുത്ത 2 പേരുകൾ ജയശങ്കർ ഓർത്തു. സുന്ദരരാജനെ കൊണ്ട് അയാൾക്കറിയാവുന്നതെല്ലാം പറയിച്ചിട്ടേ ജയശങ്കർ അടങ്ങിയുള്ളൂ. ദാദറിൽ അമർനാഥിൻ്റെ ശരിയായ അഡ്രസ്സും വാങ്ങി. അമർനാഥ് എപ്പോഴൊക്കെയാണ് താവളത്തിൽ ഉണ്ടാവുക എന്നതും അയാൾ പതിവായി പോകാറുള്ള മറ്റ് സങ്കേതങ്ങൾ ഏതൊക്കെയെന്നതും വിശദമായി ചോദിച്ചറിഞ്ഞു. വറളിയിൽ താമസിക്കുന്ന അമർനാഥിൻ്റെ കാമുകിയെക്കുറിച്ചുള്ള വിവരം കൂടി സുന്ദരരാജൻ നൽകി. ഇതുവരെ നൽകിയ വിവരങ്ങളെല്ലാം ശരിയാണോ എന്നറിയുന്നത് വരെ സുന്ദരരാജൻ തങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കുമെന്നും ശരിയല്ലെന്ന് തെളിഞ്ഞാൽ ഒരു നിമിഷം കൂടി അയാൾ ജീവിച്ചിരിക്കില്ലെന്നും ജയശങ്കർ ഭീഷണിപ്പെടുത്തി. ജയശങ്കറും ശ്രീനിവാസനും മറ്റൊരു മുറിയിലേക്ക് മാറി നിന്ന് അനന്തര നടപടികളെക്കുറിച്ച് ആലോചിച്ചു. ബോംബെക്ക് പോകുക ഉടൻ തന്നെ, അല്ലാതൊന്നും ചെയ്യാനില്ല, ശ്രീനിവാസൻ പറഞ്ഞു. 21-ാം തീയതി അവർ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കുകയില്ലെന്ന് ഉറപ്പല്ലേ? അല്ലെങ്കിൽ ബോംബെക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഈ സുന്ദരരാജനെ എന്തു ചെയ്യും? കൊണ്ടുപോകാനും വയ്യ, ഇവിടെ വിട്ടിട്ട് പോകാനും വയ്യ. അറസ്റ്റ് ചെയ്യണമെങ്കിൽ തമിഴ്നാട് പോലീസിൻ്റെ അനുവാദം വേണം. അതൊക്കെ വലിയ നൂലാമാലകളാണ്. മാത്രമല്ല അവൻ്റെ ആൾക്കാർ ബോംബെയിൽ വിവരം കൊടുക്കുകയും ചെയ്യും. അറസ്റ്റ് ചെയ്യണ്ട, നമുക്കവനെ ഈ രാത്രി തന്നെ തമിഴ്നാട് അതിർത്തി കടത്താം. ജോർജ് ആൻ്റണിയും സത്താറും കൂടി അവനെ കൊണ്ടുപോകട്ടെ കേരളത്തിലേക്ക്. അവിടെ എൻ്റെ വീട്ടിൽ അടച്ചിട്ട് കാവലും ഏർപ്പെടുത്തിയാൽ മതി. സംഗതി പരമ രഹസ്യമായിരിക്കണമെന്ന് മാത്രം, ശ്രീനിവാസൻ പറഞ്ഞു. എങ്ങനെ കൊണ്ടുപോകും? നമ്മുടെ കൈവശം വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. ജയശങ്കർ തെല്ലമ്പരപ്പോടെ ശ്രീനിവാസനെ നോക്കി. നുങ്കമ്പാക്കത്തെ ഗംഗാധരൻ തൻ്റെ അടുത്ത സുഹൃത്താണെന്നല്ലേ പറഞ്ഞത്? അയാളോടൊരു ടാക്സി വിളിച്ചു തരാൻ പറ. അയാൾക്കടുത്ത് ടാക്സിക്കാർ കാണും. ഗംഗാധരനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ ടാക്സിക്കാരൻ സമ്മതിച്ചില്ലെങ്കിലോ? ജയശങ്കർ സംശയം പ്രകടിപ്പിച്ചു. ടാക്സിക്കാരൻ്റെ മുമ്പിൽ മഫ്റ്റിയൊക്കെ കളഞ്ഞിട്ട് ഫുൾ യൂണിഫോമിലായിരിക്കണം നിങ്ങൾ 3 പേരും. അവൻ തൊഴുകയ്യാലേ സമ്മതിച്ചുകൊള്ളും. ശരി, എന്നിട്ട് സത്താറും ജോർജ് ആൻ്റണിയും സുന്ദരരാജനെയും കൊണ്ട് നേരെ കേരളത്തിലേക്ക്. ഞാനും താനും വിമലയും നാളത്തെ ഫ്ലൈറ്റിൽ ബോംബെക്ക്. ജയശങ്കർ തെല്ലുനേരം ആലോചിച്ചു. മനസ്സിൽ ചില കൂട്ടിക്കുഴിക്കലുകൾ നടത്തി. ശ്രീനിവാസൻ്റെ പദ്ധതി തരക്കേടില്ലെന്ന് തോന്നി.
കൂട്ടുകാരെ മൂവരെയും സുന്ദരരാജൻ അരികിൽ കാവലേൽപ്പിച്ചിട്ട് ജയശങ്കർ നുങ്കമ്പാക്കത്തിന് മടങ്ങി. 1 മണിക്കൂറിനുള്ളിൽ ടാക്സിയുമായി തിരിച്ചെത്തുകയും ചെയ്തു. മറ്റൊരു വണ്ടിയിൽ ഗംഗാധരനും ഉണ്ടായിരുന്നു കൂടെ. പിന്നെ എല്ലാം ദ്രുതഗതിയിൽ നടന്നു. കൈകാലുകളും നാവും ബന്ധിക്കപ്പെട്ട നിലയിൽ സുന്ദരരാജനെ ടാക്സിയുടെ പിൻസീറ്റിൽ ജോർജ് ആൻ്റണിയെയും സത്താറിനെയും വിളിച്ചു മാറ്റി നിർത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ജോർജ് ആൻ്റണിയും സത്താറും സുന്ദരരാജൻ്റെ ഇടവും വലവുമായി കാറിൽ കയറിയിരുന്നു. കാർ പുറപ്പെട്ടു. ശ്രീനിവാസനും ജയശങ്കറും ഗംഗാധരൻ്റെ വണ്ടിയിൽ അതിനെ പിന്തുടർന്നു. കുറേ ദൂരം പോയി കുഴപ്പമില്ലെന്ന് കണ്ട് ബോധ്യമായപ്പോൾ അവർ നുങ്കമ്പാക്കത്തിനു മടങ്ങി. ഗംഗാധരൻ രാത്രിയിൽ തന്നെ തനിക്ക് വളരെ അടുത്ത പരിചയമുള്ള ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് അടുത്ത ദിവസത്തേക്ക് 3 ബോംബെ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്തു. ബോംബെയിൽ ജയശങ്കറിന് ശ്രീനിവാസന് മാത്രമല്ല വിമലയ്ക്കും ചില പരിചയക്കാരുണ്ടായിരുന്നു. സാജൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചില മലയാളി സുഹൃത്തുക്കൾ. വേണ്ടി വന്നാൽ അവരുടെ സഹായം തേടാമെന്ന് അവൾ പറയുകയുണ്ടായി. ബോംബെയിൽ വിമാനമിറങ്ങിയ ഉടൻ ഒരു ടാക്സി പിടിച്ച് അവർ ദാദറിലേക്ക് പോയി. ഒരു ഇടത്തര ഹോട്ടലിൽ 2 മുറികൾ ബുക്ക് ചെയ്തു. ഹോട്ടൽ ഫാൽക്കൺ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. അവിടെ ഇരുന്ന ബോംബെയിൽ തങ്ങൾക്ക് പരിചയമുള്ള ആളുകളുമായി ടെലിഫോണിൽ ബന്ധപ്പെടുകയാണ് ജയശങ്കറും ശ്രീനിവാസനും ആദ്യമായി ചെയ്തത്. അമർനാഥിൻ്റെ താവളം കണ്ടുപിടിക്കാൻ ദാദറിലുള്ള മലയാളി സുഹൃത്തുക്കളുടെ സഹായം തേടാമെന്ന് അവർ കണക്കുകൂട്ടി. വിമല സിറ്റൗട്ടിൽ വന്നു നിന്ന് വെളിയിലേക്ക് നോക്കി. കാൽച്ചുവട്ടിൽ ബോംബെ നഗരം. ഒരിക്കൽ തൻ്റെ ഭർത്താവ് ജോലി ചെയ്തിരുന്ന നഗരം. തൻ്റെ ഭർത്താവിൻ്റെ ജീവിതം കുരുതി കൊടുത്ത നഗരം. മഹാസാഗരം പോലെ അനന്തമായി വ്യാപിച്ചു കിടക്കുന്ന ഈ നഗരത്തിൽ നിന്നും തൻ്റെ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടെടുക്കുക സാധ്യമാണോ? അവളുടെ ഉള്ളിൽ ആശങ്ക നിറഞ്ഞു. 18-ാം തീയതി വിമലയുടെ കുഞ്ഞുങ്ങളെ കോടതിയിൽ ഹാജരാക്കാൻ കൽപ്പിച്ച തീയതിക്ക് ഇനി 3 ദിവസം മാത്രം. ശ്രീനിവാസനും ജയശങ്കറും ഇന്നലെയും ഇന്നുമായി വിശ്രമമില്ലാത്ത അന്വേഷണത്തിലായിരുന്നു. ദാദറിലുള്ള മലയാളി സുഹൃത്തുക്കളെല്ലാം അവർ അമർനാഥിൻ്റെ അഡ്രസ്സ് കാണിച്ചു. പല തെരുവുകളിലും അലഞ്ഞു. ഒടുവിൽ ശാസ്താംകോട്ടക്കാരനായ ഗോപാലകൃഷ്ണൻ എന്നയാൾക്കാണ് ഫലപ്രദമായ ചില സൂചനകളെങ്കിലും നൽകാൻ കഴിഞ്ഞത്. അതനുസരിച്ച് നീങ്ങിയ ജയശങ്കറിനും ശ്രീനിവാസനും ചേരിയിലേക്ക് നയിക്കുന്ന ഒരു ഇടുങ്ങിയ ഗല്ലിയുടെ തുടക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന അമർനാഥിൻ്റെ താവളം കണ്ടെത്താൻ കഴിഞ്ഞു. ശ്രീനിവാസനും ജയശങ്കറും കൂടി രഹസ്യ നിരീക്ഷണം ആരംഭിച്ചു. വളരെ പഴക്കമുള്ള ഇരുനില കെട്ടിടത്തിലേക്ക് ആളുകൾ നിരന്തരം വരികയും പോവുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. കൂട്ടത്തിൽ ദാതയെപ്പോലെ തോന്നിച്ച കൊമ്പൻമീശക്കാരനായിരിക്കണം അമർനാഥെന്ന് അവർ ഊഹിച്ചു. സുന്ദരരാജൻ നൽകിയ വിശേഷണങ്ങൾ അയാൾക്ക് ചേരുന്നുണ്ട്. സംഘത്തിൽ പ്രധാനി അയാളാണെന്ന് വ്യക്തം. പുറത്തേക്ക് പോകുമ്പോഴും തിരിച്ചെത്തുമ്പോഴും അയാൾക്കൊപ്പം 4-5 പേർ എപ്പോഴും ഉണ്ടായിരുന്നു. ജയശങ്കറും തൻ്റെ സുഹൃത്തുക്കളുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട് രാത്രിയിലേക്കൊരു വാൻ സംഘടിപ്പിച്ച് തരണമെന്ന് ആവശ്യപ്പെട്ടു. രാത്രി അമർനാഥ് കെട്ടിടത്തിനു വെളിയിൽ വന്ന് ടാക്സിയിൽ കയറുന്നത് ജയശങ്കർ കണ്ടു. അയാളോടൊപ്പം മറ്റു 2 പേർ കൂടി കയറി. ടാക്സി നീങ്ങി. വാൻ സ്റ്റാർട്ട് ചെയ്തു കൊള്ളാൻ ജയശങ്കർ സിഗ്നൽ നൽകി. മണിക്കൂറുകളായി കാത്തുകിടക്കുകയായിരുന്നു അവർ. ടാക്സിക്കാരന് സംശയം തോന്നാത്തത്ര അകലത്തിൽ വാൻ അതിനെ അനുധാവനം ചെയ്തുകൊണ്ടിരുന്നു. കുറേയേറെ നേരം സഞ്ചരിച്ച ശേഷം ടാക്സി ഒരു ബാർ ഹോട്ടലിന് മുന്നിൽ നിന്നു. റോഡരികിൽ കുറേ അകലെയായി വാന് നിർത്തി. അമർനാഥും കൂട്ടരും ബാറിനുള്ളിലേക്ക് കയറിപ്പോയി. അവർ തിരിച്ചു വരാൻ 1.5 മണിക്കൂർ എടുത്തു. ടാക്സിയിൽ കയറാൻ അമർനാഥ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടുകാർ അവിടെ വെച്ചു പിരിഞ്ഞു. ടാക്സി വീണ്ടും നീങ്ങി. പിറകെ വാനും. അവൻ കാമുകിയുടെ അടുത്തേക്കാണ്. ജയശങ്കർ ശ്രീനിവാസൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. വർളിയിലേക്ക്. തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് വണ്ടികൾ ഓടിക്കൊണ്ടിരുന്നു. വിജനമായ ഇരുൾ തിങ്ങിയ ഇടുങ്ങിയ ഒരു തെരുവിൽ അമർനാഥ് ഇറങ്ങി. ടാക്സിക്കാരന് ചാർജ് നൽകി. ടാക്സി വിട്ടുപോയി. അമർനാഥ് തെരുവോരത്തെ ഒരു കെട്ടിടത്തിലേക്ക് കയറാൻ ഭാവിക്കുകയായിരുന്നു. വാൻ പാഞ്ഞു വരുന്നത് കണ്ട് അയാൾ നിന്നു. ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചത്തിൽ അയാളുടെ കണ്ണഞ്ചി. കൈപ്പിടം കൊണ്ട് കണ്ണു മറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വാനിൻ്റെ മുൻഭാഗം വലതുവശം ചേർന്ന് അയാളുടെ തോളിൽ വന്നിടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ അമർനാഥ് തെറിച്ചു വീണു. ഉറക്കെ തെറിവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ച അമർനാഥിന് മുഖമടച്ചൊരു പ്രഹരമേറ്റു. അത് 2 തവണ കൂടി ആവർത്തിച്ചു. അയാളുടെ ശരീരം തൂക്കിയെടുത്ത് വാനിലിടാൻ ശ്രീനിവാസനും സഹായിച്ചു. എല്ലാം ഞൊടിയിടയിൽ കഴിഞ്ഞു. വാൻ നീങ്ങി. തണുത്ത കടൽക്കാറ്റേറ്റ് അമർനാഥ് കണ്ണു തുറന്നു. പക്ഷെ ഒന്നും കാണാൻ വയ്യ. കണ്ണ് മൂടിക്കെട്ടിയിരിക്കുകയാണ്. കൈകളും ബന്ധിച്ചിരിക്കുന്നു. കടലിരമ്പം കേൾക്കാനുണ്ട്.
മറ്റ് ശബ്ദങ്ങളോ വെളിച്ചമോ ഇല്ല. തനിക്ക് ചുറ്റും ആളുകൾ നിൽപ്പുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. പറഞ്ഞോളൂ, ഒരു പരുക്കൻ സ്വരം അമർനാഥ് കേട്ടു. ജയശങ്കർ ആയിരുന്നു അത്. നിനക്കും മരണത്തിനുമിടയിൽ വെറും 20 വാര അകലം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ജയശങ്കർ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ശത്രു ആരെന്ന് അമർനാഥിന് നിശ്ചയമുണ്ടായില്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? അമർനാഥ് തളർന്ന സ്വരത്തിൽ ചോദിച്ചു. കേരളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന 3 കുട്ടികൾ ഇപ്പോൾ എവിടെയുണ്ടെന്നറിയണം. അവരെ നിങ്ങൾ എന്തു ചെയ്യാൻ പോവുകയാണെന്നും അറിയണം. നിങ്ങൾ പോലീസാണോ? താടിയെല്ല് തകരും വിധം മുഖത്ത് ഒരിടിയായിരുന്നു മറുപടി. വേച്ച് വീഴാൻ പോയ അമർനാഥിനെ ശ്രീനിവാസൻ പിടിച്ചു നിർത്തി. ചോദ്യങ്ങളല്ല വേണ്ടത്, ഉത്തരം, ശ്രീനിവാസൻ പറഞ്ഞു. കുട്ടികൾ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല. അമർനാഥ് പിറുപിറുത്തു. കണ്ണടച്ച് തുറക്കുന്നതിനിടയിൽ അയാൾ താഴെ വീണു. പുറത്തും തലയിലും കനത്ത ഇടിയേറ്റ് അയാൾ പൊളഞ്ഞു. ചെന്നിയിലൂടെ ചുടുചോരയുടെ ഒഴുക്ക് അമർനാഥിന് തിരിച്ചറിയാമായിരുന്നു. അയാൾ തറയിലൂടെ വലിച്ചിഴക്കപ്പെട്ടു. കടലിരമ്പം അടുത്തടുത്തു വന്നു. ഞാൻ പറയാം, അമർനാഥ് നിലവിളിച്ചു. ജയശങ്കർ അയാളെ വലിച്ചു പൊക്കി. കുട്ടികൾ എവിടെയുണ്ടെന്ന് വാസ്തവത്തിൽ എനിക്കറിയില്ല. അതെല്ലാം വലിയ നിലയിലാണ് കൈകാര്യം ചെയ്യുന്നത്. അവരെ എന്തു ചെയ്യാൻ പോവുകയാണെന്ന് ഞാൻ പറയാം. അമർനാഥ് 2 നിമിഷമെടുത്തു. കള്ളം പറയാനുള്ള ആലോചന തകർക്കാൻ എന്ന വണ്ണം ജയശങ്കറിൻ്റെ മുഷ്ടി ഒരിക്കൽ കൂടി അയാളുടെ മുഖത്തേക്ക് നേർക്ക് നീണ്ടു. ഇത്തവണ അത് മുൻകൂട്ടി കണ്ട് ശ്രീനിവാസൻ പിടിച്ചു നിർത്തി. അമർനാഥ് ഒരു കവിൾ ചോര തുപ്പിയ ശേഷം നാവിനറ്റം കൊണ്ട് മുൻനിര പല്ലുകളിൽ അമർത്തി നോക്കി. അവ ആടുന്നുണ്ടായിരുന്നു. അവരെ വിദേശത്തേക്ക് കയറ്റി അയക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടുകളും തയ്യാറായി കഴിഞ്ഞു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ നടുക്കുന്ന സത്യങ്ങൾ ഓരോന്നായി പുറത്തു വന്നു. രാജ്യമാകമാനം വ്യാപിച്ചു കിടക്കുന്ന മയക്കുമരുന്ന് മാഫിയ ശൃംഖലയാണ് ഇതിനു പിന്നിലുള്ളത്. പല സംസ്ഥാനങ്ങളിൽ നിന്നായി 45ഓളം കുട്ടികളെ ഇക്കൊല്ലം വിദേശത്തേക്ക് കടത്തുന്നുണ്ട്. ചില കുട്ടികളെ ദാരിദ്ര്യം പിടിച്ച മാതാപിതാക്കളിൽ നിന്ന് തുച്ഛമായ വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്യുക. ദത്തെടുക്കുന്നുവെന്ന് കാണിക്കുന്ന രേഖകളിൽ ഒപ്പിടുവിക്കുകയും ചെയ്യും. കുട്ടികളെ തട്ടിക്കൊണ്ടു പോരാൻ പ്രത്യേകം പരിശീലിപ്പിക്കപ്പെട്ട സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളെ മാത്രമല്ല, യുവതികളെയും ജോലി വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ച് രാജ്യത്ത് നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നു. മുഖ്യമായും കുട്ടികൾ മനുഷ്യാവയവങ്ങൾ വിൽപ്പനച്ചരക്കാക്കുന്ന കമ്പോളത്തിൽ വൻ വിലയ്ക്ക് വിൽക്കപ്പെടുകയാണ് പതിവ്. അവർക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നുവെന്ന് ഊഹിക്കാനേ കഴിയൂ. അപൂർവം ചില രഹസ്യ പരീക്ഷണശാലകളിൽ ഗിനിപ്പിക്കുകളായും തീരാറുണ്ട്. മയക്കുമരുന്നും സ്വർണവും കള്ളക്കടത്ത് നടത്താനും അവർ സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നു. ഈ വർഷം തന്നെ 30ഓളം കുട്ടികളെ കയറ്റി അയച്ചു കഴിഞ്ഞുവെന്ന് അമർനാഥ് വെളിപ്പെടുത്തി. പല ഘട്ടങ്ങളായാണ് കുട്ടികളെ കൊണ്ടുപോവുക. ഓരോ സംസ്ഥാനങ്ങളിലുമുള്ള റാക്കറ്റ് സംഘടിപ്പിക്കുന്ന കുട്ടികളെ ബോംബെയിൽ എത്തിക്കുകയാണ് അമർനാഥിൻ്റെ ചുമതല. പിന്നെ അവർക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അയാൾ അറിയുന്നില്ല. അമർനാഥിൽ നിന്ന് കിട്ടാവുന്നത്രയും ചോർത്തിയെടുത്ത ശേഷം അയാളെ കടൽക്കരയിൽ തന്നെ ഉപേക്ഷിച്ച് ജയശങ്കറും ശ്രീനിവാസനും മടങ്ങി. വാനോടിച്ചു പോരുമ്പോൾ ശ്രീനിവാസൻ ചോദിച്ചു, അമർനാഥിനെ വിട്ടിട്ട് പോകുന്നത് ബുദ്ധിമോശമായില്ലേ? നമ്മൾ ആരെന്ന് അയാൾക്കറിയില്ലല്ലോ, ജയശങ്കർ പറഞ്ഞു. എന്ന് മാത്രമല്ല, നമുക്ക് അയാളെ വിട്ട് കളയുകയേ രക്ഷയുള്ളൂ. അയാളെപ്പോലെ ഒരാളെ നമ്മൾ എവിടെ സൂക്ഷിക്കും? അറസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നൂലാമാലകൾ വേറെ. അയാൾ തൻ്റെ സംഘത്തിൽ ഇനി മുന്നറിയിപ്പ് കൊടുക്കില്ലേ, വേട്ടക്കാർ പുറകെയുണ്ടെന്ന്? ഇല്ലെന്ന് കരുതാം. രഹസ്യങ്ങൾ ചോർത്തിയിട്ട് താനത് ചോർത്തിക്കളഞ്ഞുവെന്ന് അയാൾ പറയുകയില്ല. അത്തരക്കാർക്ക് മരണമാണിവിടെ ശിക്ഷ. അല്ലെങ്കിലും അയാൾക്ക് നിയന്ത്രിക്കാവുന്നതിനും അപ്പുറത്താണ് കാര്യങ്ങൾ. അയാൾ ഇനി കയ്യും കെട്ടിയിരുന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുകയുള്ളൂ. ശ്രീനിവാസന് അതിലത്ര ആത്മവിശ്വാസം വന്നില്ല. പക്ഷെ വേറെ നിവൃത്തിയില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. റൂമിൽ തിരിച്ചെത്തിയ ശേഷം രണ്ടുപേരും കൂടിയിരുന്ന് ആലോചിച്ചു. ഇനി നമുക്കൊന്നേ ചെയ്യാനുള്ളൂ ശ്രീനി, ജയശങ്കർ പറഞ്ഞു. നമ്മുടെ അന്വേഷണം വിമാനത്താവളത്തിൽ കേന്ദ്രീകരിക്കുക. ഏതായാലും കുട്ടികളെയും കൊണ്ട് അവർ രാജ്യം വിട്ടു പോയിട്ടില്ല എന്ന് നിശ്ചയിക്കാം. അമർനാഥ് തന്ന സൂചന അതാണ്. പക്ഷേ ഏത് ദിവസവും തട്ടിപ്പ് സംഘം അവരെ കടത്തിക്കൊണ്ട് പോയേക്കാം. കോടതി അത് ഉത്തരവ് മുഖേന തടഞ്ഞിട്ടുണ്ടല്ലോ. കോടതിയെയും പോലീസിനെയും പറ്റിക്കാനുള്ള വഴികളൊക്കെ അവർക്ക് കാണാപ്പാടമല്ലേ ശ്രീനി? ഏതായാലും നമ്മൾ നാളെ എയർപോർട്ടിൽ പോകുന്നു. അവിടെ നമ്മളെ സഹായിക്കാൻ കഴിയുന്നവരുണ്ട്. ശ്രീനിവാസൻ ആലോചനയോടെ മൂളി. അവർ ഉറങ്ങാൻ കിടന്നപ്പോൾ വെളുപ്പാൻ കാലമായിരുന്നു. 19-ാം തീയതി ജയശങ്കർ രാവിലെ തന്നെ സഹർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. എയർപോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ എയർപോർട്ടിൽ നിന്നും പുറപ്പെടുന്ന
അന്താരാഷ്ട്ര വിമാന സർവീസുകളിലെ യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിക്കാൻ അവസരമുണ്ടാക്കുകയായിരുന്നു ജയശങ്കറിൻ്റെ ലക്ഷ്യം. എയർപോർട്ട് എൻക്വയറി ഓഫീസിൽ ഹെൽപ്പ് ഡെസ്കിലെ ശശിധരനുമായി ജയശങ്കർ പരിചയപ്പെട്ടു. അയാൾ ജയശങ്കറെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജേന്ദ്രബാബുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു. രാജേന്ദ്രബാബു മലയാളിയാണ്. ജയശങ്കർ തൻ്റെ ആഗമനോദ്ദേശം രാജേന്ദ്രബാബുവിനെ അറിയിച്ചു. ഇതുവരെയുള്ള കഥകളൊന്ന് ചുരുക്കി പറയുകയും ചെയ്തു. രാജേന്ദ്രബാബു തന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പക്ഷേ ഇവിടെ മാത്രം ചെക്ക് ചെയ്താൽ പോരല്ലോ, മറ്റ് എയർലൈൻസുകളുടെ ഓഫീസുകളിലും അന്വേഷിക്കണ്ടേ? ഇവിടെ ആദ്യം, ജയശങ്കർ പറഞ്ഞു. രാജേന്ദ്രബാബുവിൻ്റെ സഹായത്തോടെ യാത്രക്കാരുടെ ലിസ്റ്റ് പരിശോധിക്കുന്നതിനിടയിൽ ജയശങ്കർ സംശയം തോന്നിച്ച 2 പേരുകൾ കണ്ടെത്തി. റുഡോൾഫ് ഗിൽബർട്ട്, ലിഡ്സെ ഗിൽബർട്ട്. കൂടെ 3 കുട്ടികളും. അതിൽ 2 പേർ ആൺകുട്ടികൾ. പെൺകുട്ടിയുടെയും ആൺകുട്ടികളുടെയും വയസ്സ് ഒത്തുനോക്കിയാലും സംഗതി ശരി തന്നെ. പേരുകൾക്ക് മാത്രം മാറ്റമുണ്ട്. പെൺകുട്ടിയുടെ പേര് ചാന്ദിനി. ആൺകുട്ടികൾ യഥാക്രമം അശോക്, സഞ്ജയ്. പ്രച്ഛന്നമായ പേരുകളിൽ കടത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണെന്ന് ജയശങ്കറിന് മനസ്സിലായി. ഈ പേരുകൾ വ്യാജമാണ്, ജയശങ്കർ രാജേന്ദ്രബാബുവിനോട് പറഞ്ഞു. പക്ഷേ അയാൾ കൈമലർത്തി. ഇവർക്ക് പാസ്പോർട്ടും വിസയും ഉണ്ടാകും. അത് വ്യാജമാണെന്ന് തെളിയിക്കാൻ ആർക്കുമൊട്ട് സാധിക്കുകയുമില്ല. എന്തുകൊണ്ടില്ല? ജയശങ്കർ നെറ്റി ചുളിച്ചു. വേരിഫിക്കേഷൻ നടത്തിയ പോലീസ് മുതൽ ഇങ്ങേയറ്റം വരെ അവർ കെട്ടേണ്ടിടത്തൊക്കെ കെട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് കേരളത്തിൽ മിസ്സായ 3 കുട്ടികൾ വേറെയാണ്. ഈ കുട്ടികളുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല. ഇവരെ ഈ വിദേശ ദമ്പതികൾ ഒരു നോർത്ത് ഇന്ത്യൻ ഗ്രാമത്തിൽ നിന്നും ദത്തെടുത്തതാവാം. അല്ലെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സമയവുമില്ല, സാഹചര്യവുമില്ല. ഇവരെ രാജ്യത്തിന് വെളിയിൽ കൊണ്ടുപോയി കൂടെന്ന് കോടതി ഉത്തരവുണ്ട്. മറ്റന്നാൾ ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ്, ജയശങ്കർ തർക്കിച്ചു. ആരെ? ഹേയ് മിസ്റ്റർ, കേരളത്തിൽ നിങ്ങൾക്ക് മിസ്സായ കുട്ടികളെയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. ഇത് കുട്ടികൾ വേറെ. ഇവരെ തൊടാനൊക്കില്ല. ഇവരെ ദത്തെടുത്തു കൊണ്ടുപോകുന്ന ഗിൽബർട്ടുമാരെയും തൊടാനൊക്കില്ല. കോടതി തടഞ്ഞിരിക്കുന്നത് ക്രാബേമാരെയാണ്. ഇവർ നിങ്ങളുടെ പോലീസിനോടും കോടതിയോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിത് തടയാനൊക്കില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? രാജേന്ദ്രബാബു ചിരിച്ചു. സുഹൃത്തേ, ഞാനും ഒരു മലയാളി, നിങ്ങളും ഒരു മലയാളി. എനിക്ക് ഇത്രയൊന്നും പറയേണ്ട കാര്യമുള്ളതല്ല. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി വിഷമം പിടിച്ചതാണ് കാര്യങ്ങളെന്ന് ഞാൻ ബോധ്യപ്പെടുത്തുകയായിരുന്നു. സത്യം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കോ നിങ്ങൾക്കോ അവർക്കെതിരെ ചെറുവിരൽ അനക്കാനൊക്കില്ല. ഒന്നാമത്, ഈ നിലയിൽ അവർ കുറ്റവാളികളല്ല. അവരുടെ പാസ്പോർട്ടും മറ്റും കുറ്റമറ്റതായിരിക്കും. അത് തടഞ്ഞു വെക്കണമെന്നും പരിശോധിപ്പിക്കണമെന്നും കുട്ടികളിൽ ആൾമാറാട്ടം നടത്തിയിരിക്കുകയാണെന്നും നമ്മൾ പരാതിപ്പെടാൻ പോയാൽ അതിൻ്റെ മേൽ അന്വേഷണവും തെളിവെടുപ്പും ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് പോയി കഴിഞ്ഞിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ പോലീസിൻ്റെ സഹായം തേടണം. ആദ്യം ഇതിനു മുമ്പ് നിങ്ങളുടെ സ്റ്റേറ്റ് പോലീസ് ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ടിരിക്കണം. എന്നാലും രക്ഷയില്ല. ഇവിടെ ക്യാബിനറ്റിൽ വരെ അവർക്ക് ആളുകളുണ്ട്, വലിയ പിടിപാടുകളുണ്ട്. അവരൊക്കെ ചേർന്നാണ് ഇവർക്ക് പാല് കൊടുക്കുന്നത്. ജയശങ്കറിന് വിശദാംശങ്ങൾ പോലും മനസ്സിലാകത്തക്ക വിധം വ്യക്തമായും സ്ഫുടമായുമാണ് രാജേന്ദ്രബാബു കാര്യങ്ങൾ വിവരിച്ചത്. എനിക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാനല്ലാതെ ഇതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ ഈ പറഞ്ഞതിനെല്ലാം അർത്ഥം? നിസ്സഹായതയിൽ നിന്നുയരുന്ന ആത്മരോഷത്തോടെ ജയശങ്കർ ചോദിച്ചു. സുഹൃത്തെ, ശോഭിക്കാതിരിക്കുക. 3 അല്ല 3000-ഓ 4000-ഓ കുഞ്ഞുങ്ങളും സ്ത്രീകളും ഈ വിമാനത്താവളത്തിലൂടെ ഇതിനകം കടന്നു പോയി കഴിഞ്ഞിരിക്കുന്നു. ആരറിയുന്നു ഇങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു? നിങ്ങൾക്ക് കേരളത്തിലേക്ക് ഉടനെ മടങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് സംഘടിപ്പിച്ച് തരാം. ജയശങ്കർ രാജേന്ദ്രബാബുവിനെ സൂക്ഷിച്ചു നോക്കി. ഒരെണ്ണം വേണ്ടിവരും, അത് ഞാൻ ഏറ്റു. ഒരു ചോദ്യം കൂടി. എയർപോർട്ടിൽ വെച്ചല്ലാതെ എനിക്കവരെ കാണാനൊക്കെയില്ലല്ലോ? ഇല്ല. അവർ എവിടെയാണെന്ന് ഈശ്വരനെ അറിഞ്ഞുകൂടൂ. ട്രാവൽ ഏജൻസി മുഖേനയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് 3 മണിക്കൂർ മുമ്പ് അവർ റിപ്പോർട്ട് ചെയ്തേക്കും. ജയശങ്കർ ഒരു നിമിഷം ആലോചിച്ചു. 21-ാം തീയതി ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിലാണ് അവർ പുറപ്പെടുന്നതല്ലേ? അങ്ങനെയാണ് കാണുന്നത്. വളരെ നന്ദി. എൻ്റെ ടിക്കറ്റ് ടു കൊച്ചി, ഏറ്റവും അടുത്ത ഫ്ലൈറ്റിൽ. അത് ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? സാന്താക്രൂസിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ടിക്കറ്റ് നിങ്ങളുടെ ഹോട്ടൽ മുറിയിൽ എത്തിയിരിക്കും, രാജേന്ദ്രബാബു ചിരിച്ചുകൊണ്ട് അറിയിച്ചു. ജയശങ്കർ ടാക്സി പിടിച്ച് ഹോട്ടലിലേക്ക് മടങ്ങി. ശ്രീനിവാസനും വിമലയും ആശങ്കാഭരിതരായി കാത്തിരിക്കുകയായിരുന്നു. എന്തായി? ജയശങ്കർ കയറി ചെന്നയുടൻ ശ്രീനിവാസൻ ചോദിച്ചു.
കണ്ടുപിടിച്ചു. 21-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ഫ്ലൈറ്റിൽ അവർ രാജ്യം വിടുന്നു. അതെങ്ങനെ? അന്ന് കോടതി അവർക്ക് വ്യാജ പാസ്പോർട്ടുകളുണ്ട്. പോലീസിലും ഭരണതലത്തിലും അവരെ സഹായിക്കാൻ വമ്പന്മാരുണ്ട്. പോരെങ്കിൽ വിമലയുടെ കുട്ടികൾ ഇപ്പോൾ നിലവിലില്ല. വടക്കേ ഇന്ത്യയിലെ ഏതോ ഗ്രാമത്തിൽ നിന്ന് ദത്തെടുക്കപ്പെട്ട ഒരു ചാന്ദിനി, ഒരു അശോക്, ഒരു സഞ്ജയ് പോരെ? ശ്രീനിവാസനും വിമലയും ചകിതരായി പരസ്പരം നോക്കി. എയർപോർട്ടിൽ വെച്ച് തനിക്ക് അവരെ തടയാനൊക്കില്ലേ? ശ്രീനിവാസൻ ചോദിച്ചു. ഇല്ലെന്ന് ജയശങ്കർ നിരാശയോടെ തല വെട്ടിച്ചു. തടയണമെങ്കിൽ അതിൻ്റേതായ കളി കളിക്കണം. ഇനി അതിന് സമയം തീരെയില്ല. ശ്രീനിവാസൻ പുരുകങ്ങൾക്ക് മധ്യേ നെറ്റിയുടെ ചുളിവിൽ നുള്ളി പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. തനിക്ക് അവരെ തടയാം. രാജ്യത്ത് എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യണമെന്ന കോടതി ഉത്തരവ് കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ കയ്യിൽ കിട്ടും? മറ്റന്നാൾ കുട്ടികൾ കോടതിയിൽ ഹാജരാക്കപ്പെടുന്നില്ലെങ്കിൽ കോടതിയിൽ നിന്നും അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായേ തീരൂ. നോവൽ തുടരും.